ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസ ബ്ലോഗ്സ്. ഗായ്സ് നമ്മൾ പോവാണ്. എന്താണ് നീ നോക്കണേ? നമ്മളിന്ന് ഒല്ലൂർക്ക് പോവാണ്. നാളെ കുറച്ച് പരിപാടികൾ കണ്ടിട്ടില്ലേ? കൊണ്ടിട്ടില്ലേ? നാളെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പോണ വഴിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ പോണ വഴി എനിക്ക് കുറച്ച് മറ്റേ ത്രെഡിങ് ഒക്കെ ചെയ്യണം. എനിക്ക് അറിയില്ല രാത്രി അതിന്റെ പേരിൽ ത്രെഡിങ് ചെയ്യാൻ മോളിന് സമയം കിട്ടുമെന്ന്. പോണ സമയത്തിന് രാത്രി നമ്മളത്തെ പരിപാടികൾ കഴിഞ്ഞ് പോകുമ്പോഴത്തേനും ലേറ്റ് ആവും. എന്നാലും നോക്കി നോക്കാം, പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പൊ പോണ വഴിയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം ഗൈസ്. പിന്നെ ഞാനിവന് ഇപ്പൊ ഉപയോഗിക്കുന്നത് ലവ് ലാപ്പിന്റെ സുപ്രീം ഡയപ്പർ പാൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാനത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതാണ് സാധനം, കണ്ട, ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ്. ഞാൻ മുൻപ് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതാണ്. ഇത് ഒന്നും കൂടി പറഞ്ഞത് ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ് ഉപയോഗിക്കണത്. അവന് തന്നെ ഞാൻ ഇതിന് 5 layers തിക്നെസ് ആണുള്ളത്. ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിടാൻ വേണ്ടിട്ട്. അതുപോലെ നമുക്ക് ലീക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം 10 million പോഴ്സ് ഉണ്ട് ഇതിനുള്ളത്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ ബ്രീത്തബിലിറ്റി ആണ്. അതുകൊണ്ട് നമുക്ക് ഇടാൻ നമുക്ക് ഭയങ്കര സുഖമാണ്. പിന്നെ നമുക്ക് 12 hours അബ്സോർപ്ഷൻ പവർ ഉണ്ട്. അതായത് രാത്രി നല്ല സുഖമായിട്ട് കുട്ടികൾ കിടന്ന് ഉറങ്ങിക്കോളും. ഞാനിപ്പോ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യണം. നല്ല സുഖമായിട്ട് അതിന് അങ്ങനെ കുഴപ്പമില്ല, ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ നല്ല അബ്സോർപ്ഷൻ പവർ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാനിത് കണ്ടത്, ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. ആമസോണിൽ തന്നെ ഓർഡർ ചെയ്തേക്കണേ. ഇതിന് വേറെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നേ, കണ്ട, ഈ യെല്ലോ ലൈനാണ് ഇതിന്റെ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ. ഇത് നമുക്ക് കൂടുതലായി അറിയാനായിട്ട് പറ്റും ഈ സംഭവം. പിന്നെ എന്നിട്ട് അത് നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ളതാണ്. അതിന് റാഷ് ഫ്രീ ആണ്. അലോവേറ ജെല്ലുള്ള കാരണം കൊണ്ട് ഇത് റാഷ് ഫ്രീ ആണ്. ഇവരങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധനത്തിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. റാഷസും കാര്യങ്ങളൊന്നും അവന് ഉണ്ടായിട്ടില്ല. ശരിയാട്ടോ, ഇത് റാപ്പ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. അതായത് ഇതാണ് സാധനം, ഡിസ്പോസ് ചെയ്യാനായിട്ട്. കണ്ട, ഇതിങ്ങനെ ഇതാക്കുക, അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇങ്ങനെ റാപ്പ് ചെയ്യുക, എന്നിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് സുഖമാണ്. ദൈവമേ, നമുക്ക് ഡിസ്പോസ് ചെയ്യാനും ഇത് എളുപ്പമാണ്. നമുക്ക് നല്ല സ്ട്രെച്ചബിൾ ആണ്. നമുക്കിത് പല സൈസിൽ അവൈലബിൾ ആട്ടോ. അതുപോലെ ന്യൂ ബോൺ തൊട്ട് ഏത് സൈസിലാണെങ്കിലും അവൈലബിൾ. ഇതിന്റെ ഉള്ളിൽ കണ്ട, നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ഇത് ഒരു ജെല്ലായിട്ടാണ് വരിക. ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണത്. കണ്ട, നല്ലൊരു ജെല്ല് പോലെയാണ് ഇരിക്കുക. അപ്പൊ നമുക്ക് നല്ല പോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വെറ്റ്നെസ് ഒന്നും നമുക്ക് തോന്നാത്ത കാരണം നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെക്ക് ചെയ്താൽ മതി കേട്ടാ. എന്റെ ചേട്ടന്റെ കല്യാണാണ്. അപ്പൊ നാളെ മനസ്സമ്മതം, അതായത് നമ്മൾ പോണേന്റെ പിറ്റേ ദിവസം മനസ്സമ്മതം. വീഡിയോ വരുമ്പോ ലേറ്റ് ആവുന്നുള്ളൂ. ആദ്യത്തെ കല്യാണാണ്, ഉണ്ണിയുടെ ആദ്യത്തെ കല്യാണം. ഹസിക്കുട്ടന്റെ ആദ്യത്തെ കല്യാണാണോ? ഹസിക്കുട്ടാപ്പി എന്നിട്ട് നോക്കണേ, നീ എന്നിട്ട് നോക്കണേ, എന്നിട്ട് നോക്കണേ, ഇവ എന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കണേ. അവരെന്തെങ്കിലും നോക്കിക്കോട്ടെ. എന്റെ ആന്റിയുടെ മോളെ സമയത്ത്, അതായത് ജൂമിയുടെ കല്യാണ സമയത്ത് ഇവനെ വയറ്റിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന കല്യാണം എന്റെ വല്യമ്മയുടെ മോന്റെ ആയിരുന്നു. ആ സമയത്ത് ഇവൻ വയറ്റിൽ തന്നെയായിരുന്നു. ഇവനുണ്ടായിട്ട് ഫസ്റ്റ് കല്യാണമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. അയ്യോ, ഈ ഡ്രസ് അല്ല ഇടുന്നേട്ടാ. ഞാൻ 2 സാരി എടുത്തിട്ടുണ്ട്. ഞാൻ നാളെ കാണിക്കാറത്. ഓരോ ദിവസം ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചു. അല്ല, എന്നോട് ചോദിക്കും എവിടെ നിന്ന് എടുത്തേ, ലിങ്ക് താഴെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ മുന്നേ കൂട്ടി പറയണം. ഞാൻ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് നേരെ പോലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് മാത്രം മതി. ബാഗ് ഞാൻ ഇതൊക്കെ ബാക്കിലേക്ക് വെക്കാനുള്ളതാണോ? കൊച്ചിനെടുക്കും. നീ ഇവിടെ എന്തെങ്കിലും വെക്കാനുണ്ടോ? ഇല്ലല്ലോ, അടച്ചിട്ടോട്ടെ. ഞങ്ങ പോവാട്ടാ പൊന്നാപ്പി, ഞങ്ങ പോവാട്ടാ. ഹസിക്കുട്ട ഞങ്ങൾ പോവാട്ടാ. ഹസിക്കുട്ട ഞങ്ങൾ പോവാട്ടാ. കൊതുകൊക്കെ നിറച്ചും കൊതുക്. വേഗം പിടിച്ച് അതിനെ കയറ്റി.
പൊന്നിസ കാണിക്കണം അതിനുള്ളിൽ കൊതുക് കയറൂട്ടോ. പോട്ടെ മിച്ചി. ഇനി ഞങ്ങള് നേരെ ഓഫ് ടു എങ്ങടെ പോണോടി? അതിന് മുമ്പ് നിനക്ക് വേറെ എന്തൊക്കെ പരിപാടികളില്ലേ? ഓക്കെ ഓണത്തിന്റെ പേരിൽ നമുക്ക് നോക്കാം ഗൈസ് എന്താവുന്നത്. സമയം ഉണ്ടാവുന്നുള്ളത് ഓക്കെ. അമ്മച്ചോടെ ഉണ്ട് പോവാ. നിനക്ക് മേടിച്ചിട്ടില്ല കേട്ടാ. ഞാൻ ജസ്റ്റ് ഒരു ഷവർമ ഇവിടെ വന്നപ്പോ ഒരു ഷവർമ കഴിക്കാൻ തോന്നി. ആണോ ഹസ്കൂട്ടാ? പുറത്തേക്ക് ഇറങ്ങാനാണോ പൊന്നാപ്പി കിടന്ന് കരഞ്ഞേ? ഗൈസ് ഞങ്ങള് ചാലക്കുടി എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് ചെറുതായിട്ടൊരു വിശപ്പ് വന്നു. അല്ല പൊന്നു ശരിക്കും പറഞ്ഞാല് പോരണ വഴിക്ക് എനിക്ക് മറ്റേ ഒരു കപ്പയും ബീഫും കഴിക്കണമെന്നൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് എത്തിപ്പെട്ട സ്ഥലമാണെങ്കിൽ അടച്ചു. ഞാൻ ആഗ്രഹിച്ച സ്ഥലം അടച്ചു പൂട്ടി. അപ്പൊ പിന്നെ വേറെ കഴിക്കണമെന്ന് വന്നില്ല. അപ്പൊ ഒരു ഷവർമ കഴിക്കാന്ന് വിചാരിച്ചു. ഒന്നുകൂടി കഴിച്ചോ? എങ്ങനെയുണ്ട്? രസമുണ്ടോ? രസമുണ്ട്. ഹെസ്കൂട്ടിന് ഇഷ്ടമായോ? രസമുണ്ട് കേട്ടോ. സംഭവം രസമുണ്ട്. കുഴപ്പമൊന്നുമില്ല. പുതുക്കാട് ചായ കുടിക്കാൻ ചായ കുടിക്കണ്ട നിനക്ക്? എങ്ങനെ നീ കയറണേ? ഒടിഞ്ഞു വീടേ? എന്നിട്ട് മനസ്സ എന്ത് അതാണ് ഇപ്പൊ കയറാൻ പോണേ. എങ്ങനെ പോണ നീ? വണ്ടി സ്റ്റാർട്ടാക്കി ഇരിക്കോട്ടോ. എങ്ങനെ പോണേ? എന്താ സന്തോഷം നോക്കി. 2 റൗണ്ട് പോളാ. കേരളത്തിൽ പറഞ്ഞാലും കൊണ്ടുപോയില്ല. ഇറങ്ങാൻ പറ്റുമോ നിനക്ക്? എവിടെ 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 എന്തിനു നീ കാണിക്കണേ? തിരുവാതിരക്കളി ഇങ്ങനെ പമ്പര കറങ്ങണേ. ആ പഠിച്ചു, ടെക്നിക്ക് പഠിച്ചു. എന്താ എങ്ങനെയുണ്ട്? അന്ന് കേറാൻ പറ്റില്ല, അതുകൊണ്ട് ചായ അടിക്കാൻ വന്ന വണ്ടി കയറാൻ പറ്റിയില്ലേ? സന്തോഷായില്ലേ? അയ്യോ ഇവനെ കയറ്റിയില്ലല്ലോ. പുള്ളി കയറ്റിരുന്നല്ലേ ഗൈസ്. മറ്റേ സാധനം കിടക്കണ് ആർമി ട്രക്ക് സ്റ്റാലിയൻ. അസിക്കുട്ട കണ്ട? അസിക്കുട്ട കണ്ട? വണ്ടി ഹസ്കൂട്ടനൊന്നും വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്താ എന്റെ അടുത്തേക്ക് വരില്ലേ? ഇനി വരില്ല. ഇനി വരില്ല പൊന്നൂസേ, വരില്ല. ഇനി വരില്ല. നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വരില്ല. വരില്ല. അതിന് എന്റെ അടുത്തേക്ക് വരെ വരില്ല. പിന്നെ എന്തിട്ടാ അവിടെ നോക്കിട്ടാണ് നിക്കണത്. എന്റെ മോന്റെ അടുത്തേക്ക് ഇനി വരുന്നില്ല. വേണ്ടടാ, അതിന് തല കറക്കും. ഇനി പോടാ കുറുമ്പ ഇനി വേണ്ട. നീ കൈയടിച്ചു നോക്കി. ഞാൻ നാളെ കേട്ടല്ലേ? നീ നാളെ കേട്.
അങ്ങോട്ട് വന്ന വരില്ല. ഹസികുട്ടാ നീ വാട്ടാ, നീ വാ, നീ വാ കേട്ടാ. തൊലി കളയണ, തൊലി നല്ലതല്ലേ മോണ്ട. നമ്മള് വന്നു. ഹസികുട്ടാ എന്ത് കൂട്ടാന്ന് വിളിച്ചിട്ട് കാര്യൊന്നുമില്ല. ഇനി അവിടെ ചോറ് കൊടുക്കണ നിന്റെ കൂടെ വന്നാ, എന്റെ കൂടെ വന്നാ ഇല്ല. അത്ര അതന്നല്ല, ഇനി മോളെ പോണം. നോക്കണ്ട കള്ളപ്പൊന്നും ഇനി നോക്കില്ല, ഇനി കഴിഞ്ഞു. ഇനി അപ്പന്റെ കൂടെ അങ്ങോട്ട് പോണം, മോളെ പോണം. അതൊക്കെയാണ് പരിപാടികള്. എന്താണ് അവന്റെ പരിപാടി? വേറെ പരിപാടികളൊന്നുമില്ല. നമുക്ക് എനിക്കും കുളിക്കും, ഞാനും കുളിച്ചിട്ടില്ല, പൊന്നസും കുളിച്ചിട്ടില്ല. കുളിക്കണം, ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കണം. പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഭക്ഷണം കഴിക്കണം, കുളിക്കണം. അതാണ് പരിപാടികൾ. ഗൈസ് എന്നിട്ട് കിടന്ന് ഉറങ്ങണം. അത്രയ്ക്കുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗൈസ് ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. അപ്പൊ അതായിരിക്കും നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ഗൈസ് ഞങ്ങളുടെ മനസ്സമ്മതത്തിന്റെ വീഡിയോ ആയിരിക്കും. ഗൈസ് പിന്നെ ഓക്കെ, ഞാൻ സാരിയൊക്കെ കാണിച്ചുതരാം. ഓക്കെ ഗൈസ്, അമ്മ അവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചിട്ടാ പോയിരുന്നു തേച്ച് വെക്കാൻ. ഞാൻ അവിടെ പോയിട്ട് എങ്ങനെ തയ്ക്കാനാണ്? അതെ, തേച്ചൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ. നാളെ കാണിച്ചുതരാം. നല്ല സാരി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബൈ ബൈ ബൈ.